നമുക്ക് ഒരു സംഭാഷണം ആദ്യം തന്നെ കേൾക്കാം. ആ മണൽത്തെട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടേഴ്സാണ്. അവന് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 റുപ്യക്കാണ്. അത് അവൻ മറിച്ച് വിറ്റ അപ്പൊ 2000 റുപ്യ കിട്ടും. അവൻ ഒന്നും ചെയ്യാണ്ട് അതിന് എത്ര റുപ്യ കിട്ടും? ഒരു എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടിയെങ്കിലും കിട്ടും. അതായത് കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏറ്റവും നിഷ്കളങ്കൻ എന്ന് പറയാവുന്ന മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ വാക്കുകളാണ് ആ കേട്ടത്. മാത്യു കുഴൽനാടൻ MLA ആണ് അത് പുറത്തുവിട്ടത്. പക്ഷേ അത് കൃഷ്ണൻകുട്ടി അല്ലെന്നും അങ്ങനെ ഒരു സംഭാഷണമേ നടന്നിട്ടില്ല എന്നും പറഞ്ഞ് അന്വേഷണം പോലും നടത്താതെ കഴിഞ്ഞ പിണറായി ഭരണത്തിൽ അവസാനത്തിൽ വലിയൊരു പൊട്ടിത്തെറിയിൽ നിന്നും LDF രക്ഷപ്പെട്ടതാണ്. എന്നാൽ അരി ആഹാരം കഴിക്കുന്ന മലയാളികൾക്കെല്ലാം അറിയാം അതാരുടെ ശബ്ദം എന്നുള്ളത്. അത് മനസ്സിലായിട്ടുമുണ്ട്. അതാണിപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടിരിക്കുന്നത്. പ്രളയവും സർക്കാർ നിർമ്മിതം എന്നാണ് ഇതിൽ വ്യക്തമാകുന്നത്. അതായത് പിണറായിയുടെ ഭരണകാലത്ത് നടന്നത് മുഴുവൻ തട്ടിപ്പുകളാണ്, അത് അവർക്ക് തന്നെ തുറന്നു പറയണമെന്നും ഉണ്ട്. പക്ഷേ പിണറായിയുടെ രാജഭരണകാലത്ത് മിണ്ടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. എങ്കിലും നിഷ്കളങ്കരായ ചില നേതാക്കൾ ഇത് പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിൽ നിന്ന് അങ്ങനെ ആ ഭാരം ഇറക്കി വെക്കുന്നുണ്ടായിരുന്നു. ആ വാക്കുകളുടെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. അത് മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടിയുടെ ശബ്ദമാണ് എന്നറിയാനാണ് അത്രമാത്രം കേൾപ്പിച്ചത്. അതുകൂടാതെ കുറേ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് തോട്ടപ്പള്ളി സ്പിൽവേ 1 മാസം മുമ്പ് തുറക്കേണ്ടതാണ് എന്നും അത് തുറന്നാൽ താഴെയുള്ള മണൽത്തട്ടിൽ വെള്ളം കൊണ്ടുപോകും. മേരി മാത എന്ന കരാർ കമ്പനിയാണ് അവിടെ കരാറെടുത്തത്. ക്യൂബിക് മീറ്ററിന് 62 രൂപയ്ക്കാണ് അത് കൊടുത്തത്. മറിച്ച് വിറ്റാൽ 2000 രൂപ കിട്ടും. എല്ലാം ചെലവും കഴിഞ്ഞ് 300 കോടി രൂപയെങ്കിലും അവർക്ക് കിട്ടുമെന്ന വെളിപ്പെടുത്തലാണ് അവിടെ കൃഷ്ണൻകുട്ടി നടത്തിയിരിക്കുന്നത്. അവന് വേണ്ടിയാണ് ജോഷി എന്ന് പറഞ്ഞ ചീഫ് എഞ്ചിനീയറും മാത്യു ടി തോമസ് എന്ന MLAയും മുൻ മന്ത്രിയുമായ ആളും ചേർന്നാണ് ഇതെല്ലാം നടത്തിയത്. അങ്ങനെ അവർ പുണ്യവാളനൊന്നും ചമയണ്ട എന്നാണ് മുൻമന്ത്രി കൃഷ്ണൻകുട്ടി ആ ശബ്ദരേഖയിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്ന ചെങ്ങന്നൂർ മേഖലയെല്ലാം മുങ്ങിപ്പോയത് എങ്ങനെയാണ് എന്നും മന്ത്രി വ്യക്തമായി പറയുന്നുണ്ട്. പമ്പയ്ക്ക് മുകളിൽ മണിയാർ പ്രൊജക്റ്റ് ഉണ്ട്, ഇറിഗേഷൻ പ്രൊജക്റ്റാണത്. അതിൻ്റെ മുകളിൽ ഇലക്ട്രിസിറ്റിയുടെ പ്രൊജക്റ്റ് വേറെയുമുണ്ട്. അതിൽ നിന്നും കറണ്ട് എടുക്കുന്നത് സ്വകാര്യ കമ്പനിയാണ്. മണിയാറിൽ വെള്ളം നിറക്കാറില്ല. ഇത്തവണ കരാറുകാരന് വേണ്ടി ഷട്ടറിട്ടവിടെ വെള്ളം നിറച്ചു എന്ന സത്യമാണ് മുൻമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഗതികേടിന് മരം വീണവിടെ ക്രോസായി വലിക്കാൻ പറ്റാണ്ടായി തുറക്കുന്നത് തീരുമാനിക്കേണ്ടത് DMO സെക്രട്ടറിയാണ്. ജോഷി കണ്ണും ചുമ്മി വെള്ളം നിറക്കാൻ സൗകര്യം കൊടുത്തു. 8 കോടി രൂപയാണ് പ്രൈവറ്റ് കമ്പനിക്ക് അതിൽ ലാഭം കിട്ടിയത് എന്നും കൃഷ്ണൻകുട്ടി അവിടെ വെളിപ്പെടുത്തുകയാണ്. അതോടുകൂടി ചെങ്ങന്നൂരും പരിസര പ്രദേശങ്ങളുമെല്ലാം നശിച്ചു എന്നുള്ളതാണ് മുൻമന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ടത്. അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞത് പറമ്പിക്കുളത്തെക്കുറിച്ചായിരുന്നു. പറമ്പിക്കുളം 1 കൊല്ലം, നമ്മളും 1 കൊല്ലം, അതായത് തമിഴ്നാട് 1 കൊല്ലം, കേരളം 1 കൊല്ലം എന്നിങ്ങനെയാണ് കരാർ. ഇക്കൊല്ലം ജോഷി എന്ന വ്യക്തി തന്നെയാണ് അതിൻ്റെ ചെയർമാനായതും. 1400 ക്യൂസെക് വെള്ളം കൊണ്ടുപോകാൻ തമിഴ്നാടിന് കപ്പാസിറ്റി ഉണ്ട്. 800 കൊണ്ടുപോയത്. 35 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കേണ്ട സ്ഥാനത്ത് 20 മെഗാവാട്ട് മാത്രം ഉൽപ്പാദിപ്പിച്ചു. അവിടെ 200 കോടി രൂപയുടെ വർക്ക് നടക്കുന്നുണ്ട്. ഈ വെള്ളം പോയാൽ ആ വർക്കിനെ ബാധിക്കും. അങ്ങനെ ആ കരാറുകാരൻ ജോഷിയെ കണ്ടു. അപ്പോൾ പെരിങ്ങൽകുത്തിലേക്ക് ആ വെള്ളം തുറന്നു വിട്ടു. അങ്ങനെയാണ് ചാലക്കുടി പുഴ മുഴുവനും മുങ്ങിപ്പോയതും പരിസര പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതും. എത്ര കോടി ഇതിൽ ലഭിച്ചു എന്നുള്ളതും ആ ശബ്ദരേഖയിൽ മുൻമന്ത്രി പറയുന്നുണ്ട്. എന്നാൽ അതവരാരും സമ്മതിച്ചിട്ടില്ല. മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ഓഡിയോ തൻ്റേതല്ല എന്നാണ് പിന്നീട് കൃഷ്ണൻകുട്ടി അതിനെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ വളരെ വ്യക്തമായി സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണസ്വാധീനം ഉപയോഗിച്ച് നടപ്പിലാക്കിയ ഒരു മനുഷ്യനിർമ്മിത പ്രളയം എന്നിത് വ്യക്തമായിട്ടും അതും പൂഴ്ത്തിവെക്കാൻ നോക്കിയ പിണറായി സർക്കാരിൻ്റെ പരിപാടി ഇനി ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കാൻ പോകുന്നത്. കൃഷ്ണൻകുട്ടി എന്ന നല്ല രാഷ്ട്രീയക്കാരൻ നാണം കെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതോടെ കുറച്ച് പ്രമുഖർ കുടുങ്ങും എന്ന് മാത്രമല്ല, വലിയ തിരിച്ചടിയും ഒപ്പം തന്നെ വലിയ പ്രത്യാഘാതങ്ങളും ഉണ്ടാകാൻ പോകുന്ന ഒരു സംഭവം തന്നെയെന്ന് ഇത് ഉറപ്പിക്കേണ്ടി വരും.